ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഈവനിങ് സ്നാക്കായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കാവുന്ന വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. കുട്ടികൾക്കൊക്കെ ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു റെസിപ്പി കൂടിയാണ്. അപ്പം നമുക്കിത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടുന്ന നെയ്യാണ്. നമുക്ക് ഈ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ഈ നെയ്യ് ഇവിടുന്ന് ചൂടായി വരുമ്പം നമുക്ക് നട്ട്സൊക്കെ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ബദാം ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അത് നമുക്കിതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിന് കളറൊക്കെ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയി വരുമ്പോൾ ഞാനിപ്പോൾ 1 കപ്പ് ചക്കപ്പഴം ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒരല്പസമയം നമുക്കിതിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ചക്കപ്പഴം ഒന്ന് സോഫ്റ്റായി വരുന്ന വരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഇപ്പം ചക്കപ്പഴം ഇവിടെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഇനി ഈ തേങ്ങയുടെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ നമുക്കൊരു അല്പസമയം ഇതിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്നത് റവയാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 കപ്പ് റവ എടുത്തിട്ടുണ്ട്. റവ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിതിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാൻ. വറുത്തതോ വറുക്കാത്തതോ ഏത് റവ വേണമെങ്കിലും നമുക്കിതിലേക്ക് എടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാരയ്ക്ക് പകരം നമുക്കിതിലേക്ക് ശർക്കര ചേർത്ത് കൊടുത്താലും മതി. ഈ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്ത് ഒരല്പസമയം നമുക്കിതിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മൾ 1 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. 1/2 കപ്പ് റവയ്ക്ക് നമ്മൾ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിതിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാൻ. ഈ വെള്ളമൊക്കെ ഒന്ന് പറ്റി ഇത് പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ആ ഒരു പരുവായി വരുന്ന വരെ വേണം നമ്മൾ ഇതിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതിവിടെ കറക്റ്റ് പരുവായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്നത് വാഴയിലയാണ്. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് വാഴയില ഒന്ന് വാട്ടി ഇതുപോലെ ഒന്ന് കീറി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെറിയ ബോൾസാക്കി ഇങ്ങനെ എടുത്ത് കയ്യിൽ വെച്ച് ഒന്ന് നീളത്തിലൊന്ന് ഉരുട്ടിയ ശേഷം നമുക്ക് ഇത് ഇലയിലേക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. നമുക്കിത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. ഇനി നമുക്കിതുപോലെ ഒന്ന് റോൾ ചെയ്ത് 2 സൈഡ് ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കാം. ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കണം. എല്ലാം നമ്മളിപ്പം വാഴയിലയിൽ വെച്ച് ഇതുപോലെ ഒന്ന് പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കുന്നതിനായിട്ട് ഈ ഒരു പാനിൽ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം തിളച്ചതിന് ശേഷം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഓരോന്നായിട്ട് ഈ ഒരു തട്ടിന് മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കണം. ഇനി ഇതൊരു 15 മിനിറ്റ് തീ കുറച്ച് വെച്ച് അടച്ച് വെച്ച് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിവിടെ നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ചൂടൊന്ന് മാറാൻ വേണ്ടി മാറ്റി വയ്ക്കണം. ചൂടൊക്കെ മാറിയതിന് ശേഷം നമുക്കിതിങ്ങനെ ഒന്ന് ഇളക്കിയെടുക്കാം. അങ്ങനെ റവയും ചക്കപ്പഴവും ഒക്കെ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന വളരെ ടേസ്റ്റിയുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്.